എനിക്ക് സങ്കടം തോന്നിയ ഒരു കാഴ്ച, തേങ്ങ കൊണ്ട് ഫുട്ബോൾ കളിക്കുന്നു. പഴയ ഫുട്ബോൾ പൊട്ടിപ്പോയിട്ടാണേ. നിങ്ങളുടെ ബോളൊന്ന് കാണിച്ചേ ഗൈസ്, ബോളൊന്ന് കാണിച്ചേ ഗൈസ്. തേങ്ങയാണോ നിങ്ങളുടെ ഫുട്ബോൾ? ഇത് കണ്ടപ്പോൾ ഒരു കുഞ്ഞാൻറ്റി എന്ന നിലയ്ക്ക് എനിക്ക് സങ്കടം തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു കുടുക്ക പൊട്ടിക്കാന്ന്. ആക്ച്വലി 3 സാധനങ്ങൾ മേടിക്കാനുണ്ട്. അതിലൊന്ന് ഫുട്ബോൾ ആകട്ടെ എന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, കുഞ്ഞുമുത്തിന് സ്കൂളിൽ ഫുട്ബോൾ അങ്ങനെ കളിക്കാൻ കിട്ടുന്നില്ല, ഒത്തിരി പേരുള്ളതുകൊണ്ടൊന്ന് ഒരു പരാതിയും കൂടി ഉണ്ടായിരുന്നേ. അപ്പോൾ സാധനം വന്നു, രാത്രിയിലാണ് വന്നത്. ഇവർക്ക് എന്താണെന്നറിയില്ല, എൻ്റെ സാധനമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഓ, കാണാൻ പറ്റത്തുണ്ട്. അപ്പോൾ ദേ എൻ്റെ സാധനം വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കുഞ്ഞുത്തിനെ കൊണ്ട് ഒന്ന് പൊട്ടിപ്പിക്കാം. ഒന്ന് പൊട്ടിച്ചു തരുമോ? അതെന്തായിരിക്കും? എൻ്റെ എന്ത് സാധനമായിരിക്കും? സൺസ്ക്രീനോ? എന്തായിരിക്കും തുമ്പി അതെൻ്റെ? മേക്കപ്പോ? നമുക്ക് നോക്കാം എന്തായിരിക്കും. എന്താന്ന് മനസ്സിലായില്ലേ? ഷൂവിനെങ്ങനെ പമ്പ് തന്നെ അല്ലേ? കുട്ടിക്ക് കുഞ്ഞത്തെ അവിടെ എന്നടാ അത്? എന്താ അത്? ഫുട്ബോള്. ആർക്കാത്? കുഞ്ഞുമുത്ത് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഒരു ഫുട്ബോൾ കിട്ടുമെന്ന്. അതുകൊണ്ട് അവൻ ചക്കര ഉമ്മയൊക്കെ തന്നേ എനിക്ക്. ഇതൊക്കെ കണ്ട് അവിടെ ഒരാൾ കരഞ്ഞു തുടങ്ങിയിരുന്നു കേട്ടോ. തുമ്പിക്കുട്ടി ആകെ സങ്കടത്തിലാണ്, കണ്ണുനീര് അടക്കി വെക്കുന്നുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കളിക്കാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുമുത്ത് സമാധാനിപ്പിക്കുന്നുണ്ട്. കാര്യം അതൊന്നുമല്ല, അത് കുഞ്ഞുമുത്തിന്റെ കയ്യിലോട്ടല്ല ഞാൻ പൊട്ടിക്കാൻ കൊടുത്തത്. അവൾക്ക് ഗിഫ്റ്റ് ഒന്നും തന്നില്ലല്ലോ സെപ്പറേറ്റ് ആയിട്ടെന്നുള്ള പരാതിയാണ്. താഴെ ഇരിക്കുന്ന ഫോട്ടോ കണ്ടോ? ഞാനും കുഞ്ഞുമുത്തും കൂടെ ഉള്ള പഴയ ഫോട്ടോയാണ്. ഇവിടെ കുറേ കുഞ്ഞുമുത്തിന്റെ ഫ്രെയിം ചെയ്ത ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ. ഇവളുടെ ഒന്നും ഇല്ലാന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് പരാതി പറയാറുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുമുത്തിന് ഫുട്ബോൾ കൊടുത്ത സ്ഥിതിക്ക് അവൾക്ക് ഏതെങ്കിലും കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് മോശമല്ലേ? പിള്ളേരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. അപ്പം ഞാനൊരു പൊതി അവൾക്ക് വേണ്ടിയും കരുതിയിരുന്നു. പൊട്ടിച്ചു കേട്ടോ. കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണെന്ന്. അങ്ങനെ തുമ്പിക്കുട്ടിക്ക് സന്തോഷമായിട്ടോ. അവൾക്ക് എപ്പോഴും ഉള്ള പരാതിയാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇവിടെ കുഞ്ഞുമുത്തിൻ്റെ ഒക്കെ ഫ്രെയിം ചെയ്ത ഫോട്ടോ ഉണ്ട്, തുമ്പിക്കുട്ടിയുടെ ഒരു ഫ്രെയിം ചെയ്ത ഫോട്ടോ പോലും ഇല്ല കേട്ടോ. അപ്പം 3 എണ്ണം ഉണ്ട്. ഒരെണ്ണം എൻ്റെ ഫോട്ടോയാണ്. ഞാനും ഇടയ്ക്ക് സെൽഫ് ലവും കൂടെ വേണ്ടേ. അപ്പോൾ എൻ്റെ ഫോട്ടോയും തുമ്പിക്കുട്ടിയുടെ ഫോട്ടോയും പിന്നെ ഞാനും കുഞ്ഞുമുത്തും തുമ്പിക്കുട്ടിയും കൂടെ ഉള്ള ഒരു ഫോട്ടോയും കൂടിയിട്ടാണ് അതുള്ളത് കേട്ടോ. എന്താണെങ്കിലും ഈ ഗിഫ്റ്റ് കണ്ടപ്പോൾ തുമ്പിക്ക് ഭയങ്കര സന്തോഷമായിട്ട് എനിക്കൊരു ചക്കര ഉമ്മയൊക്കെ തന്നു. നിങ്ങൾ നോക്കിക്കേ, നല്ല ഭംഗിയുണ്ടോ? ഞാൻ കാണിച്ചു തരാവേ ഡീറ്റെയിൽ ആയിട്ട്. അപ്പം വീട്ടിൽ ഒരാൾക്ക് തന്നെയായിട്ട് ഒന്നും കൊടുക്കാൻ പറ്റില്ല, ഷെയർ ചെയ്തോളാം എന്ന് പറഞ്ഞാലും അവർക്ക് സങ്കടമാണ്. 2 പേർക്കും സെപ്പറേറ്റ് ഗിഫ്റ്റൊക്കെ ഉണ്ടെങ്കിലാണ് അവർ ഹാപ്പി ആവുള്ളൂ. ഇതാ നോക്കിക്കേ, തുമ്പിയുടെ സ്കൂൾ യൂണിഫോമിലുള്ളൊരു ഫോട്ടോയാണ്. പിന്നെ തുമ്പിയുടെ നടുക്ക് നിർത്തിയിട്ട് ഞാനും കുഞ്ഞുമുത്തും അപ്പുറം ഇപ്പുറേ നിന്നിട്ടുള്ളൊരു ഫോട്ടോയും കൂടി ഉണ്ട്. പിന്നെ എൻ്റെ ഒരു ഫോട്ടോയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? അതങ്ങനെ അവിടെ തന്നെ വോളിൽ തൂക്കിയിട്ടു. പിന്നെ തുമ്പിക്കുട്ടി അതിൻ്റെ പുറകിൽ നിന്ന് മാറുന്നേ ഉണ്ടായിരുന്നില്ലായിരുന്നു കേട്ടോ. അതിങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. നമ്മുടെ ഫുട്ബോളിൽ കാറ്റ് നിറയ്ക്കണ്ടേ? ഒരു അബദ്ധം പറ്റിയായിരുന്നേ. അബദ്ധമല്ല, നമ്മുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് അല്ല. നമ്മുടെ പമ്പിൻ്റെ കൂടെ നീഡിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഫുട്ബോൾ റീപ്ലേസ് ചെയ്യേണ്ടി വന്നു. അപ്പം നീഡിലുമായിട്ട് വേറെ ഫുട്ബോൾ കിട്ടിയിട്ടോ നമുക്ക്. അപ്പം 2 പേരും കൂടെ മത്സരിച്ചിട്ട് കാറ്റടിക്കലൊക്കെ ആയിരുന്നു. ആ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം മത്സരിച്ചിട്ടുള്ള പന്ത് കളിയാണ്. ഫുട്ബോൾ എന്നൊന്നും വിളിക്കാൻ പറ്റില്ലെങ്കിലും തട്ടിക്കളിക്കുമ്പോൾ കുട്ടികൾക്ക് അത്രയും സന്തോഷമല്ലേ? ഫോണൊക്കെ ഉപയോഗിച്ച് കുത്തിയിരുന്ന് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ച് അതിൽ കാർട്ടൂൺ കണ്ട് TV-യിൽ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കണേക്കാളും എത്രയോ നല്ലതാണ് ഫുട്ബോൾ കളിക്കുന്നത്. ഇടയ്ക്ക് തട്ടാൻ വേണ്ടിയിട്ട് ഞാനും കൂടി കേട്ടോ. തുമ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുട്ബോൾ തട്ടി കളിക്കാൻ വേണ്ടിയിട്ട്. അവൾ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് എഡിറ്റ് ചെയ്യുമ്പോൾ. തുമ്പിക്കുട്ടി, നിനക്ക് ഏറ്റവും ഇഷ്ടം ഏത് ഫുട്ബോൾ കളിക്കാരനെയാ? എംബാപ്പേനെയാണോ? ഓ മൈ ഗോഡ്. ഇഷ്ടപ്പെട്ടാൽ ചെയ്തില്ലെങ്കിൽ